ഇതൊരു റിയൽ ഹോണ്ടഡ് തിയേറ്ററാണേ. സംഭവം ഇത് വെറുതെ കെട്ടുകഥയല്ല. ഇത് 2016 നടന്നൊരു സംഭവമാണ്. ഒരു യൂട്യൂബർക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. റിയൽ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻ്റെ വരെ ഒന്ന് കാണട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണേ. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് നാസിക് എന്ന് പറഞ്ഞൊരു ടൗൺ, നമുക്കറിയാലോ. നാസിക് എന്ന് പറഞ്ഞ പട്ടണമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അവിടെ ഒരു തിയേറ്റർ ഉണ്ട്. ഇത് പഴയ തിയേറ്ററൊന്നുമല്ല. സാധാരണ നമ്മളിങ്ങനെ ഗോസ്റ്റ് സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ ഒരു പഴയ കാലഘട്ടത്തിലേക്ക്, പഴയ തിയേറ്ററിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. സംഭവമൊന്നുമല്ല കേട്ടോ. ഇത് നല്ല ഒന്നാന്തരം മൾട്ടിപ്ലക്സ് നടന്ന സംഭവമാണ്. 9 സ്ക്രീനുള്ളൊരു മൾട്ടിപ്ലക്സ് ഉണ്ട്. അവിടെ സംഭവിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കഥാപാത്രത്തിലേക്ക് വരാം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒരു യൂട്യൂബർ ആര്യൻ. അപ്പോൾ ഇത് സംഭവം നടക്കണ കൊല്ലവർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 ഏകദേശം 10 കൊല്ലം മുമ്പ്. 2016 എന്താണ് ആ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് മനസ്സിലാവും. 2016 കുറേ ആൾക്കാർ ഈ ഓൺലൈൻ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ സമയമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ വന്ന സമയമാണ്. യൂട്യൂബൊക്കെ മോണിറ്റൈസ്ഡായി ആൾക്കാരൊക്കെ ചെറിയ രീതിയിൽ പൈസ കിട്ടി തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് പ്രൊഫഷനാക്കി മാറ്റിയാൽ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പ്രൊഫഷനാക്കിയ ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ആര്യൻ എന്ന് പറഞ്ഞൊരു പയ്യന് ഇതേ 2016 യൂട്യൂബിൻ്റെ ലോഞ്ചൊക്കെ അറിയുന്നു. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ പുള്ളി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പുള്ളി വിചാരിക്കുന്നത് നമുക്കൊരു ഫിലിം റിവ്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ബോളിവുഡിൽ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ സിനിമ കണ്ടിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ പുള്ളി ആലോചിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ദൃഢനിശ്ചയത്തിൽ പുള്ളി ഇറങ്ങണം. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കൊരു സഹായി വേണം. അപ്പോൾ വേദാന്ത് എന്ന് പറഞ്ഞൊരു പയ്യനെ വേണ്ടി വിളിക്കുന്നു. വേദാന്ത് ഇതേപോലെ കോളേജിലൊക്കെ പോകണം. അപ്പോൾ കോളേജ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്നു. അങ്ങനെ പുള്ളി ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 2-3 മൂവീസിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഒരു അത്ഭുതകരമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റിവ്യൂ തന്നെ 100K വ്യൂസ് കിട്ടുന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 100K വ്യൂസൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്ത പടം ഇട്ടപ്പോഴും അതും ഏകദേശം 100K അടുത്തേക്കൊക്കെ റീച്ച് പോവുകയാണ്. പുള്ളിക്ക് മനസ്സിലായി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് ഇതിൽ തന്നെ പിടിച്ചേക്കാം എന്നും വിചാരിച്ച് ആളങ്ങനെ റിവ്യൂസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ആൾ കുറച്ച് ചെറുതായിട്ട് ഫേമസ് ആവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ചെറിയ ചെറിയ മൂവീസൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവരുടെ പ്രൊഡ്യൂസേഴ്സും തിരക്കഥാകൃത്തൊക്കെ ആര്യനെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ആര്യനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പടം ഒന്ന് റിലീസാണോ, ഒന്ന് പോയിട്ട് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആര്യൻ അപ്പോൾ അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ആര്യൻ പോയിട്ട് പടം കാണും, എന്നിട്ട് അവരുടെ റിവ്യൂസും കാര്യങ്ങളും കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലെ ഈ ആര്യനും വേദാന്താണ് നമ്മുടെ സഹായി, കോൾ വരികയാണ്. ഒരു പടം റിലീസുണ്ട് വെള്ളിയാഴ്ച, അന്ന് റിലീസ്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണണം, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, എന്നിട്ട് അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ ഇട്ട് തന്നേക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം അവർ. അപ്പോൾ പുള്ളി പറഞ്ഞോ ഓക്കെ ചെയ്തേക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഈ പടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹൊറർ മൂവിയാണ്. നല്ല ഒന്നാന്തരം ഹൊറർ പടമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെയാണ് പടം. അപ്പോൾ ഇവർ കണ്ടൊരു ഇൻട്രസ്റ്റ് ആയി. കാരണം ഇത്രയും വലിയ ഡയറക്ടറൊക്കെ നമ്മളൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പറയണമല്ലോ എന്നൊക്കെ ഭയങ്കര സന്തോഷം ഇവർ രണ്ടുപേരും മനസ്സിലുണ്ട്. അങ്ങനെ ഇവർ ഓക്കെ ഒക്കെ പറഞ്ഞു. ആ വെള്ളിയാഴ്ച രാത്രി ഇവർ ഇവിടെയാണ്. അപ്പോൾ അവിടെ ചെല്ലണം. അപ്പോൾ നൈറ്റ് ഷോ ഒക്കെയാണ് ഇവരെ ക്ഷണിച്ചേക്കണം. കാരണം പടം ഹൊറർ പടം ആയതുകൊണ്ട് റിലീസ് നൈറ്റാണ് വെച്ചേക്കണം. ഹൊറർ പടം സാധാരണ രീതിയിൽ പകൽ സമയത്ത് റിലീസ് ചെയ്യൽ കുറവാണ്. അങ്ങനെ നൈറ്റിൽ ഈ സംഭവം റിലീസ് ചെയ്യണം. അപ്പോൾ ഇവർ നേരെ തിയേറ്ററിലെത്തി ഇവർ ഉള്ളിലേക്ക് കയറിയപ്പോൾ തിയേറ്ററിൻ്റെ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് സംഭവം മനസ്സിലായി. ഇത് ഫുള്ള് ഭയങ്കരമായിട്ട് ഒരുപാട് സ്ക്രീൻസ്, പിന്നെ ഭയങ്കര സ്പേഷ്യസ്. എന്നാൽ അവിടെ കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. ആകെ ആ ബുക്കിംഗ് കൗണ്ടറിൻ്റെ അവിടെ ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ആൾ മാത്രമേ അവിടെ ഉള്ളൂ. വേറെ ആരും കാണുന്നില്ല. ചിലപ്പോൾ അപ്പോൾ ഇവർ വിചാരിച്ച് ചിലപ്പോൾ നൈറ്റ് ഷോ ആയതുകൊണ്ടായിരിക്കും ആരും കാണാനുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഇവർ നേരെ ആ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിയുമ്പോൾ ടിക്കറ്റ് കൈ കിട്ടി. അപ്പോൾ ഷോയ്ക്ക് സമയമുണ്ട്. ഇവർ ആ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് ഫുള്ള് ബ്ലേഡാണ്. ഷോൻ്റെ ടൈം കാണിച്ചേക്കണത് 12 മണി, വെളുപ്പിന് രാത്രി 12 മണിയാണ് കൊടുത്തതാണ്. അപ്പോൾ ഇവർ ഇത് ഏത് സ്ക്രീനാണെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഏത് സ്ക്രീനാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ നടക്കണം. ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നടന്ന് സ്ക്രീൻസൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ചോദിക്കാമെന്നൊക്കെ ഓർത്താണ് അവർ പോകണം. ഒരു മനുഷ്യനില്ല. 2nd ഫ്ലോർ 3rd ഫ്ലോർ 3 ഫ്ലോറാണ് തിയേറ്റർ. അപ്പോൾ തിരിച്ച് ഇവർ റിസപ്ഷനിലേക്ക് വന്നിട്ട് ഇയാളുടെ ചോദിക്കണം, നിങ്ങൾക്കൊരു നല്ലൊരു പ്രിൻ്റർ വാങ്ങിച്ച് വയ്ക്കാൻ പാടില്ല. ഈ ഒരു ടിക്കറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതിനകത്ത് ഷോ എങ്ങനെയാണ് ഞങ്ങൾ അറിയണം, ഏത് സ്ക്രീനാണെന്ന് എങ്ങനെ അറിയാം, ഇത് നിങ്ങൾ തിയേറ്ററിൻ്റെ പേര് പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് തിയേറ്റർ, ഇങ്ങനെയൊക്കെയാണ് പ്രിൻ്റ് കൊടുക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് അവരെ അപമാനിക്കുന്ന രീതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്ന ആൾ അയാളും കുറച്ച് ഷോർട്ട് ടെമ്പറാണ്. പുള്ളി തിരിച്ചു പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഒച്ച വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ പോലെ, ഇങ്ങനെ പ്രിൻ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഈ രണ്ടുപേരും അങ്ങോട്ടും വാക്കുകൾക്കായപ്പോഴേക്കും ഈ
റിസപ്ഷനിൽ അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ടൈമിംഗ് കിട്ടിയാൽ പോരെ, സ്ക്രീൻ കിട്ടിയാൽ പോരെ, നിങ്ങൾ ചെല്ല് 3rd ഫ്ലോറിൽ സെക്കൻഡ് ഓഡിറ്റോറിയത്തിലേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു, സെക്കൻഡ് സ്ക്രീനിലേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഒരു ജാടയൊക്കെ ഇട്ട് വെയിറ്റൊക്കെ ഇട്ട് പയ്യെ സ്റ്റെയർ കയറി പോകണം. അപ്പോൾ പോണ വഴിക്ക് വേദാന്തിൻ്റെ അടുത്ത്, ഈ ആര്യൻ വേദാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇത് ഹൊറർ പടമാണ്, രാത്രിയാണ്, നിനക്ക് പേടി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദാന്ത് പറയുന്നത് പേടി ചെറുതായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, കാരണം ഹൊറർ പടമാണ്, നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ഹൊറർ പടം റിവ്യൂ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ രാത്രി ആയതുകൊണ്ടും പിന്നെ തിയേറ്ററിൽ ആരൊക്കെ ഉണ്ടാവുന്നുണ്ട്, ആൾക്കാരൊക്കെ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പോവുകയാണ്. അങ്ങനെ ഇവർ തിയേറ്ററിൽ ചെന്ന് അപ്പോൾ ഇവർ പറഞ്ഞ ആ ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന ആൾ പറഞ്ഞ സ്ക്രീനിലേക്ക് തന്നെ ഇവർ നേരെ കയറുകയാണ്. അപ്പോൾ ടിക്കറ്റ് ചെക്കർ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. പക്ഷേ ഇവർ തിയേറ്ററിൽ കയറിയപ്പോൾ ആ തിയേറ്റർ ഹൗസ് ഫുള്ളാണ്, നിറച്ച ആൾക്കാർ, എല്ലാവരും തലവർ കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, പടം നല്ല ഹിറ്റ് പടമാണ്, എല്ലാവരും നേരത്തെ കയറി, പടം ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. പക്ഷേ ഇവർ തിയേറ്ററിൽ കയറി ഇവരുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി, ആ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ആൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. അത് ചെന്നിട്ട് ഒരു സീറ്റിൽ പോയി ഇവർക്ക് വേണ്ടി തന്നെ 2 സീറ്റോട് ബാക്കി ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇവർ 2 സീറ്റിൽ കയറിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പടം തുടങ്ങാറായിട്ട്, പടം ഇങ്ങനെ സ്റ്റാർട്ടിങ് ആ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർ ഈ വേദാന്ത് പയ്യൊന്ന് തിരിഞ്ഞാൽ നോക്കിയപ്പോഴേക്കും സൈഡിലിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നത് നേരെ താഴേക്കാണ്, എന്ന് പറഞ്ഞാൽ ഫ്ലോറിലേക്കാണ് എല്ലാവരും തല കുനിച്ചിരിക്കുന്നത്. ആരും നേരക്കോ സ്ക്രീനിലേക്കോ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ വേദാന്ത് അതിൻ്റെ അടുത്തൊന്ന് നീ ശ്രദ്ധിച്ചോ ഒരു സംഭവം, ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ഇതേപോലെ തന്നെ എല്ലാവരും താഴേക്കാണ് നോക്കിയിരിക്കണം. അപ്പോൾ ഇതൊന്ന് സംശയം തോന്നിട്ടോ. സംശയം തോന്നി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഈ വേദാന്ത് തിരിച്ച് ബാക്കിലേക്ക് ഒന്ന് എൻറ്റ് നോക്കിയപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ അവിടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ മൈൻഡ് ചെയ്യാൻ പോയില്ല, കാരണം തിയേറ്ററല്ലേ, ആരെങ്കിലൊക്കെ നടന്ന് സീറ്റിലേക്ക് പോകാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ പുള്ളി വന്നത് ഇവരുടെ അടുത്തേക്കാണ്, ഈ 2 പേരിരിക്കുന്ന സീറ്റിൻ്റെ അടുത്തേക്കാണ്. അയാൾ അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരും ചോദിച്ചു, നിങ്ങൾ ഷോ തുടങ്ങുമ്പോൾ എന്താണ് ഈ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത്? സാധാരണ ഷോ കഴിഞ്ഞതിന് ശേഷമല്ല എല്ലാവരും തിയേറ്റർ ക്ലീൻ ചെയ്യണം, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് ചോദിക്കണം. അപ്പോൾ ആ ക്ലീൻ ചെയ്യണം പുള്ളിക്കാരൻ പറയണത്, സാറേ അതിനിവിടെ ഷോ നടക്കുന്നില്ലല്ലോ, ഇവിടെ ഷോ ഒന്നുമില്ല, ഈ സ്ക്രീൻ അടച്ചിട്ടൊക്കെയാണ്, ഇതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടച്ചിട്ടൊക്കെയാണ്. അപ്പോഴത്തേക്കും ഈ ആരും കുറച്ച് ഷോർട്ട് ടെമ്പർ, ആരും ഒന്നാമത് താഴത്തെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിലുണ്ടായ വിഷയത്തിൽ പുള്ളി ആകെ ഡിസ്റ്റർബ്ഡാണ്. അതിനിടയിൽ വേറൊരാൾ കളിയാക്കാൻ വന്നൊക്കെയെന്ന് ഓർത്തിട്ട് ആരും ഈ ക്ലീൻ ചെയ്യാൻ വന്നാലും നല്ല ചീത്ത പറയും, അതിൽ പോയിക്കോ അല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ മൈൻഡ് ചെയ്യാൻ പോയി, അയാൾ പോയി, അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അയാൾ പുറത്തേക്ക് പോയി. ഇവർ തിയേറ്ററിലേക്ക് നോക്കി നിന്നപ്പോഴേക്കും തിയേറ്റർ ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ചെറുതായിട്ട് ഫ്ലിക്കർ ചെയ്തിട്ട് വന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വേദാന്ത് ആര്യനെയും സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇവർ 2 പേരും ഫുള്ള് സ്ക്രീനിലിരിക്കണം. അപ്പോഴേക്കും ഇവർക്ക് പേടിയായി, ഇതെന്താണ് ഇങ്ങനെ വെച്ചാൽ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണ പോലെ ഇവരുടെ ഫേസ് വന്നുകൊണ്ടിരിക്കുക. വേഗം തന്നെ ഇവർ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും സീറ്റിൽ ആരുമില്ല. എന്നാൽ ഫുള്ള് ഓഡിറ്റോറിയം കാലിയാണ്, ഒരു മനുഷ്യനില്ല അവിടെ. ആ സീറ്റ്സൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സീറ്റ്സെല്ലാം കരിഞ്ഞിരിക്കണ പോലെ, എന്നാൽ കത്തിയിട്ട് അവിടെ അവശിഷ്ടങ്ങൾ ഇരിക്കണ പോലെയാണ് സീറ്റെല്ലാം ഇരിക്കണം. അപ്പോഴേക്കും ഇവർക്ക് പേടിയായി. ഇവർ വേഗം ചാടി എണീറ്റ് ഇവർ 2 പേരും നോക്കിയപ്പോഴേക്കും ഫുള്ള് അവിടെ ഏകാന്തത, ആരുമില്ല. സ്ക്രീനിലാണ് ഇവർ നിൽക്കുകയും ചെയ്തത്. ഇവർ വേഗം ഓടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആ ക്ലീൻ ചെയ്യാൻ വന്ന പുള്ളി അവിടെ പുറത്ത് വശം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം തന്നെ ഇവർ ചെന്നിട്ട് ആ പുള്ളിയുടെ ചോദിച്ച്, ചേട്ടൻ നേരത്തെ പറഞ്ഞില്ല അവിടെ ഷോ ഒന്നും ഇല്ലാന്ന്, പക്ഷേ ഞങ്ങളവിടെ ഷോ കണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ, നിങ്ങൾ കണ്ടതൊന്നുമല്ല, അത് ഇമാജിനേഷൻ, അവിടെ സംഭവങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതാണ്, ഇങ്ങനെ നിങ്ങൾക്കല്ല ആദ്യമായിട്ടുണ്ടാവണം, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഈ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷേ എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാനത് ക്ലീൻ ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇത് ദേഹോപദ്രവം ഒന്നും ചെയ്യിക്കില്ല, അത് ജസ്റ്റ് ഒരു നമ്മുടെ ഹാലൂസിനേഷൻ പോലത്തെ സംഭവമാണ്, അത് എല്ലാവർക്കും കിട്ടുന്ന സാധനം എന്ന് പറയണം. അപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ തന്നെ സ്ക്രീനിൽ കണ്ടല്ലോ, ഞങ്ങൾക്ക് 2 പേർക്ക് ഒരേ രീതിയിൽ തോന്നാൻ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ഇയാൾ ഉള്ള കാര്യം പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ആ തിയേറ്ററിൽ ഒരു തീപിടുത്തം ഉണ്ടായ സമയത്ത് ഈ സ്ക്രീനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3rd ഫ്ലോറിൽ ഇരിക്കണ ഇവർ പോയിരുന്ന ആ സ്ക്രീനിലാണ് തീ പിടിച്ചപ്പോൾ ഈ ക്ലീൻ ചെയ്യാൻ വന്ന ആൾ അന്നത്തെ പ്രൊജക്ട് ഓപ്പറേറ്ററായിരുന്നു. പുള്ളി ഇന്നും പ്രൊജക്ട് ഓപ്പറേറ്റർ തന്നെയാണ്. ആ ടൈമിൽ ഇയാൾ ഈ സ്ക്രീനിൽ എന്ന് പറഞ്ഞാൽ ഷോ കഴിയുമ്പോഴാണ് ഇവർ ആ എക്സിറ്റ് ഡോർ തുറക്കുള്ളൂ, അതിൽ ഇൻ്റർവെല്ലോ ഷോ ഫുള്ള് കഴിയുമ്പോഴാണ് എക്സിറ്റ് ഡോർ തുറക്കുള്ളൂ. ഇയാൾ ഈ പ്രൊജക്റ്റ് ഓപ്പറേറ്ററായ ടൈമിൽ സാധാരണ രീതിയിൽ പോലെ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഡോർ അടക്കും, എന്നിട്ട് ആരെങ്കിലും കൊട്ടുമ്പോൾ മാത്രമാണ് ഡോർ തുറക്കുള്ളൂ. പണ്ടത്തെ സെറ്റപ്പൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ
ഈ പെട്ടെന്ന് ഈ തിയേറ്ററിൻ്റെ ഉള്ളിലൊരു തീപിടുത്തം വന്നു. എവിടുന്നോ ഷോർട്ട് സർക്യൂട്ടായിട്ട് തീ ഭയങ്കരമായിട്ട് ആളി കത്തിയപ്പോൾ ഈ പ്രൊജക്ടർ ചെയ്യണ ആൾ ആ സമയത്ത് പുറത്തേക്ക് പോയേക്കാം. സിനിമ ഓണാക്കി വെച്ചിട്ട് അവർ ഫുൾ ടൈം അവിടെ നിൽക്കില്ല. അവിടെ ഓണാക്കി വെച്ചാൽ അയാൾ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയ സമയത്താണ് തീപിടുത്തം വന്നത്. ഇവരറിഞ്ഞില്ല ഉള്ളിൽ തീ പിടിച്ചത്. അവിടെ ഫുള്ള് കത്തി. എന്നാൽ സീറ്റിലിരുന്ന ആൾക്കാർ വരെ ഇരുന്ന് കത്തി എന്നുള്ളതാണ് അതിൻ്റെ രസം. അവിടുത്തെ ആൾക്കാരൊക്കെ ഇരുന്ന് കത്തി. അവർ കുറേ പേരൊക്കെ താഴെ വീണ് മരിച്ചു, കുറേ പേർ സീറ്റിലിരുന്ന് മരിച്ചു. അങ്ങനെ 150-150 ആൾക്കാർ ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇരുന്ന് വെന്ത് മരിച്ചു. അതിനുശേഷം ആ തിയേറ്റർ ഫുള്ളി ക്ലോസ്ഡാണ്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഇവർ വേദാന്തിനായാലും ഞെട്ടി. അപ്പോൾ ഇയാൾ പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണ് റിസപ്ഷനിസ്റ്റ് എന്തിനാണ് ഞങ്ങളത്, അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആളെന്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടേന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ ഉള്ള നിങ്ങൾ പുറത്തേക്ക് പറയരുത്, പുള്ളിയെടുത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ടു എന്ന് ചോദിച്ചു. അപ്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്ക് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ആരെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും അവരെ ഈ 3rd ഫ്ലോറിലുള്ള സ്ക്രീൻ നമ്പർ 3-നകത്തേക്ക് വിടും. അത് പുള്ളിയുടെ ശൈലിയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ അത് വിട്ടേക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, കാരണം ഈ സ്ക്രീനിൽ അധികം നേരം ഇരിക്കുന്നത് നിങ്ങൾക്ക് അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് പറയണം. അങ്ങനെ ഈ പ്രൊജക്റ്റ് ഓപ്പറേറ്റർ പറഞ്ഞ ആ വാക്ക് പ്രകാരം ഇവർ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നപ്പോഴേക്കും ഇവരെ കണ്ടതും ആ റിസപ്ഷനിസ്റ്റ് അവിടെ നിന്ന് ഓടി മാറി. ഇവർ നേരെ ഓടി കാറി കയറി നേരെ വീട്ടിലേക്ക് വിട്ട്. ഇത് നടന്നൊരു സംഭവമായിട്ടാണ് പറയപ്പെടുന്ന ഒരു യൂട്യൂബറുണ്ടായ അനുഭവമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഒരുപാട് വീഡിയോസ് ഹൊററും മിസ്റ്ററിയും ഹിസ്റ്ററിയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.